ഇല്ല. എൻ്റെ പേര് ജോൺ ബോസ്കോയാണ്. ഞാനിതാ ഇവിടെ പരുത്തൂർ ഈ തീരദേശത്താണ് താമസിക്കുന്നത്. എനിക്കിപ്പോൾ മീൻ പിടിക്കാൻ വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ തീരദേശത്തിൻ്റെ ഈ കൊടൂരമായ കടൽക്ഷോഭത്തിൽ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. പിന്നെ വീട്ടിൽ ഉറങ്ങുമ്പോൾ തന്നെ വീടുകളെല്ലാം കുലുങ്ങുകയാണ്. എപ്പോൾ ഇടിഞ്ഞൊഴുമെന്നുള്ള ഈ ഭയത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. വീട് ഇടിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ ജീവിക്കണമല്ലോ. പണിക്കാൻ പറ്റാതെ ഈ തീരദേശം ഇങ്ങനെ കടൽക്ഷോഭത്തിൽ നിന്ന് ഞങ്ങൾ പണിക്കാൻ പറ്റുന്നില്ല. പണിക്കാൻ പറ്റാതെ ഞങ്ങൾ മീൻ പിടിക്കാർ. ഞങ്ങൾ പോകാൻ പറ്റാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മീൻ പിടിക്കാനും പോകാൻ പറ്റുന്നത് ഞങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് മരിച്ചു പോകും. ഈ പുഴയൂർ പരുത്തൂർ ഹാർബർ വരുമെന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നുവരെ ഒരു ഹാർബർ വരുന്നതായിട്ട് കാണുന്നില്ല. ഓരോ മന്ത്രിമാർ വരും, ഹാർബർ വരും. ഈ സർവകളൊക്കെ കുറേ ആൾക്കാർ വരും. സർവ അളന്നിട്ട് പോയിക്കൊണ്ട് പറയും, ഓ ഇപ്പോൾ വരും, നിങ്ങൾ ഹാർബർ ഇപ്പോൾ വരും. വരുമെന്ന് പറഞ്ഞ് 100 വർഷത്തിന് ശേഷം ആവുകയാണ്. എൻ്റെ അപ്പൻ്റെ കാലത്തിലാണ് ഹാർബർ വരുമെന്ന് പറഞ്ഞ് ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ കാലം തീരാറായി, ഇതുവരെയും വരുന്നതായിട്ടുള്ള ഒരിതില്ല. പൊഴിയൂർ തീരദേശം എല്ലാം നശിച്ച്. ഈ നെയ്യാർ ഡാമാണ് ഇവിടെ ഉള്ളത്. പരുത്തൂർ പൊഴിയെന്ന് പറയണത് നെയ്യാർ ഡാം കോണ്ടക്റ്റാണ്. പൊഴി മുറിച്ച് ഇന്ന് കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുറിച്ചതാണ്. ഈ കടലും കായലും സന്ധിച്ചാൽ എന്ത് നാശനഷ്ടം സംഭവിക്കാൻ പോകണമെന്ന് അറിയാമോ? ഈ കടൽ അടിച്ച് അങ്ങോട്ട് കായലിൻ്റെ ആ ഭാഗത്ത് കയറിയാൽ ഈ തീരം എല്ലാം നശിച്ചു പോകും. ആ സിറ്റുവേഷൻ ഞങ്ങളിപ്പം നടുക്കടലിൽ കിടക്കുന്ന പോലെയാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പം ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്നതായിരുന്നാലും ആഹാരം ഇല്ലാതെയാണ് താമസം. ഈ കടൽക്ഷോഭം കാരണം വീട് എപ്പം ഇടിയുമെന്നുള്ള ഭയത്തിലാണ് ഞങ്ങളുടെ ജീവിതമെല്ലാം. ഇപ്പം ഇങ്ങനെ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതാണ് നിങ്ങളുടെ ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തോ ഏത് ചെയ്തോ ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇതിന് ശേഷം പരമാവധി ഞങ്ങളെ നാട് നിലനിർത്തി തരണം. ഞങ്ങളെ ഈ പൊഴിയൂർ ജനങ്ങളെ ഒന്ന് സുരക്ഷിതമാക്കണം. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യം ഇപ്പം ഞങ്ങളെ വീടുകളെല്ലാം തീരദേശത്ത് നിന്ന് എല്ലാ വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളുടെ വീടുകളെല്ലാം ഗവൺമെൻറ് തരത്തിലൊക്കെ വീടൊക്കെ തരുന്നുണ്ട്, ഇല്ലെന്നല്ല. വീടില്ലാത്ത ആൾക്കാർക്ക് വീട് പല പദ്ധതികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാം മീൻ പിടിക്കാരാണ്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് മീൻ പിടിക്കാൻ ഒരു സൗകര്യങ്ങളും ഇല്ല. തീരദേശം എല്ലാം നശിച്ച്. ഞങ്ങളെ ബോട്ടുകൾ പോലും കടൽ തീരത്ത് പിടിക്കാനുള്ള ഒരിടം ഇല്ല. ഞങ്ങൾക്കൊരു ഹാർബർ വരുമെന്ന് പറയുന്ന പോലും വന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ നാടെ ഇപ്പോൾ സംരക്ഷിക്കണം. ഒന്ന്. രണ്ടാമത് ഞങ്ങൾക്കൊരു ഹാർബർ എങ്ങനെയെങ്കിലും തരാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെ പൊഴിയൂർ നശിച്ച് പൊഴിയൂരുള്ള ജനങ്ങൾ നശിച്ച്. ഇത് ഇപ്പോൾ ഏതോ തമിഴ്നാട്ടിലുള്ള ഒരു പടം ഇറക്കുമ്പോൾ അത്തിപ്പെട്ടിയെ പോലെ ഒരു നശിച്ചു പോകാനുള്ള എല്ലാ ശ്രമവും നടന്നായി. പകുതി നശിച്ച്, ഇന്ന് പകുതി ഉള്ളു നശിക്കാൻ. പൊഴിയൂർ പരുത്തൂരെന്ന് പറയുന്ന ഗ്രാമം ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവശ്യം ഞങ്ങൾക്ക് ഒരു ഹാർബർ ഇട്ടുതന്ന് ഞങ്ങളെ ഇപ്പം ഇരിക്കുന്ന ഈ കടൽക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഏതെങ്കിലും ഒരു മാർഗം കണ്ടെത്തി സംരക്ഷിക്കാനുള്ള ഒരു വഴി നോക്കണം. ഇതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. വലുതായിട്ടൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് സാർമാരായിരിക്കട്ടെ, ഏത് മന്ത്രിമാരായിരിക്കട്ടെ, ഏത് നല്ല മനുഷ്യരായിരിക്കട്ടെ, ഞങ്ങളെ പൊഴിയൂരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. നിങ്ങളെ എല്ലാ നല്ല മനുഷ്യരും, നിറയെ എല്ലാ മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് പരമാവധി ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കട്ടെ ഞങ്ങളെ സഹായിക്കണം.
ഇതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി. സി സി മെറ്റിനില്ല ഇൽ സി മെറ്റിൽ സി സി ആ അത് നമുക്ക് പിന്നെ ഇതിനു മുമ്പ് കടൽക്ഷാമങ്ങളുണ്ടായിരുന്നു. അത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ കർക്കിടകത്തിലെന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മുടെ ഭർത്താക്കന്മാരും മക്കളും പണിക്ക് പോകുമ്പം അവർ പറയും കർക്കിടകത്തിനാണ് ഈ വലിയ കടലുകൾ ഉണ്ടാകുന്നത്. വർഷത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ അങ്ങനെ ഇവർ പണിക്ക് പോകാതൊക്കെ ഇരിക്കുക ആണുങ്ങൾ. അപ്പോഴാണ് ഈ കടൽക്ഷമ വരുന്നത്. അതിനിടയ്ക്കിടയ്ക്കാണെങ്കിൽ ഈ ഓണം ഈ തൂക്കം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തെങ്കാദേവി അമ്മയാണ് അയാൾ, അത് നമ്മുടെ കടലിൽ പറയുന്നത് നമ്മുടെ ആൾക്കാർ. അപ്പം അവർ ഈ തൂക്കങ്ങൾ വരുമ്പം ഇത്തിരി ശക്തമായിട്ട് കടലുകൾ നിൽക്കും, വീഴും. ഇപ്പോഴാണെങ്കിൽ മോനെ യാതൊന്നും പ്രതീക്ഷിക്കാതെ ഇതിനു മുമ്പ് കുറച്ച് തിരമാലകൾ അടിച്ചടിച്ച് ഇങ്ങനെ മുറ്റത്ത് വന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത്ര ഇതായിട്ട് വന്നില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ വീടിൻ്റെ ഒരു 7 വീടിൻ്റെ താഴോട്ട് ചെറിയൊരു റോഡുണ്ടായിരുന്നു. അതിലേത് കാറുകളും മക്കളെ പോലുള്ളവർ നിങ്ങളെയൊക്കെ കടലുകളൊക്കെ കാണാൻ വരുന്ന ഒരു കാർ ഒതുക്കിയിട്ട് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കല്ലടുക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൂരം കടപ്പുറം എന്ന് പറയുന്നത് മണലൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയിരുന്ന് ഞങ്ങൾ കാറ്റും കൊണ്ട് 6 മണിയാകുമ്പം പിള്ളേരും കുട്ടികളും പോയി കടപ്പുറത്ത് കിടന്ന് കാറ്റെല്ലാം കൊണ്ട് അവിടെ ആഹാരം കഴിക്കുന്ന വരും. പിന്നെ അവിടെ തന്നെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് വരും. അത്രയും സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ ആ കടലിൻ്റെ പകുതി ഭാഗം കടലും വീടുകളും സ്ഥലവും അങ്ങ് വലിച്ചു പോയി. അങ്ങനെ ഇരുന്നു. ഇപ്പം ഇതാ നോക്കിയപ്പം നമ്മുടെ കടലിൻ്റെ 6 വീട് കഴിഞ്ഞു. 6 വീട് കഴിഞ്ഞിട്ടാണ് ശക്തമായിട്ട് ഇത്രയും ഇതിൽ ഇപ്പം ഈ പ്രാവശ്യം തന്നെ മോളെ ഈ ഞായറാഴ്ച അതിനു മുമ്പ് ചെറുതായി കടലടിക്കുമ്പോൾ ആ തിരമാലകളുടെ ആ കാറ്റ് ഉപ്പര വന്ന് നമ്മൾ പുറത്തുകൂടി അടിക്കുമ്പോൾ ശരീരം മൊത്തം ആ ഉപ്പിൻ്റെ ഇതായിട്ടിരിക്കും. ഇപ്പം ഒരു ദിവസം ഈ നമ്മുടെ പള്ളിയിലെ ഉത്സവം കഴിഞ്ഞിട്ട് ഞായറാഴ്ച 3:30 തുടങ്ങിയത് ചെറുതായിട്ട് വന്നതാണ്. 3:30, 4, 5 മണിയോടുകൂടി 1 or 2 തിരമാലകൾ അടിച്ചു. ബാക്കി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തിരുന്ന വീടുകൾ ഓരോന്നും മൊത്തം മരിഞ്ഞ് അങ്ങനെ വീണ് അങ്ങനെ പോയതാണ് മക്കളെ. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളതല്ല. അത് ആണുങ്ങൾ ഇന്ന് കള്ളക്കടലാണ് ഇത് ഇപ്പോൾ വീഴുന്നത്. അല്ലാതെ ഇത്രയും ദിവസങ്ങളുണ്ട്. ഒരു കാറ്റ് ആണുങ്ങൾ പറയുന്നു ഉൾക്കടലിൽ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതിൻ്റെ ശക്തി കയറി ഇങ്ങോട്ട് കരയ്ക്ക് വന്ന് ഈ കടലുകൾ ഇത്രയും തിരമാലകൾ അടിച്ചെന്നാണ് ആണുങ്ങൾ പറയുന്നത്. മക്കളെ നമുക്ക് ഇവർ കടലിൽ പോണവർക്കല്ലേ അറിയാം എന്ന് പറഞ്ഞിട്ട് അത്രയും വീടുകൾ മോളെ എനിക്ക് വീട് ഒരു വീടിരുന്ന് അവർക്ക് വീട് കൊടുത്തു അവർ ഫ്ലാറ്റ് കൊടുത്തു പോയി. രണ്ടാമത്തെ വീട് എനിക്ക് അത് അവർ താമസമല്ല. അത് മൊത്തം മോളെ വീണ് ഒരു ചെകിര് മാത്രമേ ഇരിക്കുന്നു എൻ്റെ വീടോടെ ചേർന്ന്. അതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിൽ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാം കംപ്ലീറ്റ്. ആദ്യം എനിക്ക് വീടിന് ഞാൻ അപേക്ഷിച്ച് എനിക്ക് കോളനി ഫ്ലാറ്റും വന്നു എനിക്ക്. ഞാനേ ഭർത്താവില്ല 4 വർഷമായി. ഒരു മോനുണ്ടായിരുന്നു. ഇപ്പോൾ 33 വയസ്സിൽ 3 കുട്ടികളായിട്ടുണ്ട്. ബ്ലഡ് ക്യാൻസർ പിടിച്ച് സമ്പത്തും എല്ലാം കളഞ്ഞ് അവൻ പോയി. അപ്പോൾ 2 പെൺമക്കളുണ്ട്. ഒന്ന് അവിടെ വിഴിഞ്ഞം, ഒന്ന് തമിഴ്നാട് പട്ടണം എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പം അമ്മ ഒറ്റയ്ക്ക് തന്നെ അതിൽ